8ൽ 7 തിരിച്ചു പിടിച്ചിരിക്കുന്നു. ഒരു പഞ്ചായത്ത് മാത്രം തൃശങ്കുവാണ്. ഇവിടെ CPM BJPക്ക് വോട്ട് ചെയ്തിരിക്കുക. പുതുപ്പള്ളിയിൽ പ്രതിപക്ഷം BJP, CPM അവിടെ BJPക്ക് വോട്ട് ചെയ്തിരിക്കുന്നു. മണർകാട് BJP വന്നിരിക്കുന്നു, CPMന്റെ വോട്ട് മറിച്ചിരിക്കുകയാണ്. അതേപോലെ കൂരോപ്പടയെ വോട്ട് മറിച്ചിരിക്കുന്നു. ഇത് ഒരു ട്രെൻഡായി അങ്ങോട്ട് വന്നിരിക്കുകയാണ്. അതുകൊണ്ടൊന്നും ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ചാണ്ടി ഉമ്മൻ MLA നമ്മളോടൊപ്പം ചേരുകയാണ്. MLA നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു കേരളവും പുതുപ്പള്ളിയും തിരിച്ചു പിടിക്കുമെന്ന് പറഞ്ഞു. തിരിച്ചു പിടിച്ചു അല്ലേ? തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഇങ്ങനെ ഒരു സർക്കാരും 10 വർഷമായി ഭരിക്കുന്ന സർക്കാരും UDF സർക്കാരും തമ്മിലുള്ള കമ്പാരിസൺ ഉണ്ട്. രണ്ടാമത് ഇവിടെ വികസനത്തിന്റെ അഭാവം ജനങ്ങൾക്ക് മനസ്സിലായി. മൂന്നാമത് അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ച ഒരു സർക്കാർ കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഏത് മതവിഭാഗത്തെ സംബന്ധിച്ച ഒരു വെല്ലുവിളിയാണ്. അതുകൊണ്ട് അത് ജനം തിരിച്ചറിഞ്ഞു. അത് വോട്ട് ചെയ്ത് ആ പാറ്റേൺ നമുക്ക് കാണാൻ സാധിക്കും. ഇലക്ഷന് വന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി, ഒരുപാട് പഞ്ചായത്തുകൾ LDFന്റെ പക്കലായിരുന്നു. ആ പഞ്ചായത്തുകളൊക്കെ തിരിച്ചു പിടിച്ചു. 8ൽ 7 തിരിച്ചു പിടിച്ചിരിക്കുന്നു. ഒരു പഞ്ചായത്ത് മാത്രം തൃശങ്കുവാണ്. ഇവിടെ CPM BJPക്ക് വോട്ട് ചെയ്തിരിക്കുക. പുതുപ്പള്ളിയിൽ പ്രതിപക്ഷം BJP, CPM അവിടെ BJPക്ക് വോട്ട് ചെയ്തിരിക്കുന്നു. മണർകാട് BJP വന്നിരിക്കുന്നു, CPMന്റെ വോട്ട് മറിച്ചിരിക്കുകയാണ്. അതേപോലെ കൂരോപ്പടയെ വോട്ട് മറിച്ചിരിക്കുന്നു. ഇത് ഒരു ട്രെൻഡായി അങ്ങോട്ട് വന്നിരിക്കുകയാണ്. അതുകൊണ്ടൊന്നും ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ജില്ലാ പഞ്ചായത്തിൽ വൻ മടങ്ങിയവരുമാണ് സംസ്ഥാനത്താകെ നടത്തിയത്. കേരള കോൺഗ്രസ് മാണി വിഭാഗം അപ്രസക്തരായി പോയ കോട്ടയത്ത്. അല്ല, ഇതിനകത്ത് നമ്മൾ ആരുടെ പ്രസക്തി എന്ന് പറയാം. UDF ജയിച്ചു. UDFന്റെ വിജയം സമ്പൂർണ്ണ വിജയം. അത് വൈശാഖിന്റെ വിജയത്തിൽ കാണുവാൻ സാധിക്കും, ജെയ്സന്റെ വിജയത്തിൽ കാണുവാൻ സാധിക്കും. ജോഷി ഫിലിപ്പിന്റെ ഞങ്ങളുടെ 6 ജില്ലാ പഞ്ചായത്ത് ഞങ്ങളുടെ മണ്ഡലത്തിൽ ജയിച്ചു. 19ൽ 17 ബ്ലോക്ക് ജയിച്ചു. ഇത് ചരിത്ര വിജയമാണ് പുതുപ്പള്ളിയിൽ ഉണ്ടായിരിക്കുന്നത്. ഒരു പഞ്ചായത്തിൽ മാത്രം ചെറിയൊരു വിടവ് വന്നിരിക്കുകയാണ്. എന്തായാലും നേരത്തെ തന്നെ ചാണ്ടി ഉമ്മൻ MLA പലപ്പോഴും പറഞ്ഞിരുന്നു, ഇലക്ഷന്റെ സമയത്ത് പലവട്ടം കണ്ടപ്പോഴും UDFന്റെ ശക്തമായ ഒരു തിരിച്ചുവരവ് ഉണ്ടാകും, പുതുപ്പള്ളിയിൽ മാത്രമല്ല അത് സംസ്ഥാനത്തൊട്ടാകെ ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അത് യാഥാർത്ഥ്യമായതിന്റെ സന്തോഷം അത് പ്രവർത്തകർക്കൊപ്പം പങ്കെടുക്കുകയാണ് ചാണ്ടി ഉമ്മൻ MLA. കോട്ടയത്തു നിന്നും അനന്തു സുരേഷിനോടൊപ്പം ജോസി ബാബു, മീഡിയ 1.